പക്ഷേ അങ്ങനെ മുഖ്യധാരക്കാരുമായിട്ടൊരു ബന്ധം താങ്കൾക്കില്ലാത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ പേരറിയാത്തവർ എന്ന ചിത്രത്തിൽ താങ്കളുടെ ഈ കഥ താങ്കൾ പറഞ്ഞല്ലോ 4 പേര് വായിച്ചു മടക്കി കെട്ടി മാറ്റിവെച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതെ, അതങ്ങനെ അതുകൊണ്ട് തന്നെയല്ലേ ഒരുപക്ഷെ? അല്ല, അതങ്ങനെയുമല്ല എന്നുള്ളൂ. കാര്യം ഇപ്പോൾ പലപ്പോഴും ഞാൻ ഇപ്പോൾ ഈ ഒരുപക്ഷെ ഈ ദേശീയ പുരസ്കാരം കിട്ടുന്നതിന് മുമ്പ് തന്നെ പല താരങ്ങളും എൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. പല നടന്മാരും, പ്രശസ്തരായ നടന്മാരുൾപ്പെടെ നമുക്ക് പറ്റിയൊരു സിനിമ ചെയ്യണം എന്നുള്ള താല്പര്യത്തിൽ എനിക്ക് പരിചയമില്ലായിരുന്നിട്ട് കൂടി സംസാരിക്കാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് 4 പേരെ കണ്ടപ്പോൾ അവരങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നവരാണ്. ഈ സിനിമ ചെയ്യാൻ താല്പര്യമില്ലാതിരുന്നില്ല, അവർക്ക് താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ അവർ സ്ഥിരമായ ഒരു കൊമേഴ്ഷ്യൽ സിനിമയുടെ ഒരു ചുറ്റുപാടിൽ അവരുടെ ഒരു ധാരണ അവരുടെ ഒരു സമയത്തിന് സിനിമ ചെയ്യാം എന്നുള്ള രീതിയിലാണ്. അങ്ങനെ ഒരു സംവിധായകൻ അവരോടൊപ്പം സാധാരണ ഒരുപക്ഷെ അവരുടെ ഒരു രീതി അതായിരിക്കാം, അങ്ങനെ സംവിധായകർ ചെയ്യുന്നുണ്ടായിരിക്കാം, അവരുടെ ഒരു ഡേറ്റിന് വേണ്ടി വർഷങ്ങളോളം കാത്തിരിക്കുന്നുണ്ടാവാം. ആ കാത്തിരിപ്പിന് ഞാൻ തയ്യാറല്ലാതിരുന്നതുകൊണ്ട് ഞാൻ തന്നെയാണ് പിന്നോട്ട് മാറിയത്. ഇപ്പോൾ ആദ്യം 1-2 പേരെ ചെയ്യാം എന്ന് പറയുകയും സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെടുകയും ഏകദേശം ഡേറ്റിൻ്റെ കാര്യത്തിൽ കൃത്യമായി എനിക്ക് അങ്ങനെ ഒരു അനന്തമായ കാത്തിരിപ്പ് വേണ്ടി വരുമെന്ന് തോന്നിയപ്പോൾ ഞാൻ തന്നെ പിൻവാങ്ങുകയാണ്. ഞാൻ തന്നെ അവരെ ഉപേക്ഷിച്ചിട്ട് അടുത്ത ആളിലേക്ക് പോവുകയാണ് ചെയ്തത്. ഈ 4 പേർ ആരൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? ആദ്യത്തേത് ദിലീപാണ്. ദിലീപ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ദിലീപായിട്ട് ഇപ്പോഴും സൗഹൃദമാണ്. എന്നെ പുരസ്കാരം കിട്ടിയപ്പോൾ ആദ്യം വിളിച്ച് അഭിനന്ദിച്ചത് ദിലീപുമാണ്. പക്ഷേ ഈ പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു കൃത്യമായ ഒരു ഡേറ്റ് തരുന്നതിൽ ഒരു ധാരണ പറയാൻ പറ്റിയില്ല എൻ്റെ അടുത്ത്. അപ്പോൾ ഏകദേശം ഒരു വർഷത്തോളം ഞങ്ങൾ സംസാരിക്കുകയും നമുക്ക് ചെയ്യാം എന്ന് പറയുന്നതല്ലാതെ നമുക്ക് എപ്പോൾ ചെയ്യാം എന്നുള്ളൊരു ധാരണ എത്തുന്നില്ല. അപ്പോൾ അങ്ങനെ ആയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അനന്തമായി നീണ്ടുപോകും എന്നൊരു തോന്നലുണ്ടായപ്പോൾ ഞാൻ തന്നെയാണ് ദിലീപിൽ നിന്ന് പിന്മാറുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ തമ്മിൽ ഇപ്പോഴും ഈ പറയുന്ന പോലെ വല്ലപ്പോഴെങ്കിലും കാണുമ്പോൾ ഒരു സൗഹൃദം നിലനിൽക്കുന്നത്. അതിനുശേഷമാണ് ജയസൂര്യയായിട്ട് സംസാരിക്കുന്നത്. ജയസൂര്യയും ഇതേ കാരണം തന്നെയാണ് ഞാൻ പിന്മാറാൻ കാരണം. ജയസൂര്യയും പറഞ്ഞ ആദ്യം പറയുന്ന ഒരു ഡേറ്റ് പിന്നീട് മാറുകയും അതങ്ങനെ കുറച്ച് 2-3 സിനിമകൾ മാറിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് അങ്ങനെ ഒരു അനന്തമായി കാത്തിരിക്കേണ്ട ഒരു സിനിമയല്ലിത്. അപ്പോൾ അത് ഇവർ തന്നെ മസ്റ്റായിട്ട് ചെയ്യണമെന്ന് എനിക്കും നിർബന്ധവുമില്ല. അങ്ങനെയാണ് ജയസൂര്യനിൽ നിന്ന് മാറുന്നത്. പക്ഷേ ബിജുമേനോനിൽ നിന്നും നേരിട്ടത് ഒറ്റ ദിവസമേ ഡിസ്കഷൻ ഉണ്ടായിരുന്നുള്ളൂ. ബിജുമേനോനെ ഞാൻ ഫോണിലാണ് സംസാരിക്കുന്നത്. ഞാനങ്ങനെ നേരിട്ട് അദ്ദേഹത്തെ കണ്ടിട്ടേയില്ല. അപ്പോൾ എൻ്റെ ആർട്ട് ഡയറക്ടർ അദ്ദേഹവുമായി പരിചയമുള്ളതുകൊണ്ട് അദ്ദേഹം സജസ്റ്റ് ചെയ്തിട്ടാണ്. അപ്പം അദ്ദേഹം ചോദിച്ചു ഇങ്ങനൊരു സിനിമ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ താല്പര്യമുണ്ടെന്ന് പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ഫോണിൽ ബന്ധപ്പെടുന്നത്. 2-3 തവണ ഞങ്ങൾ ഫോണിൽ സംസാരിച്ചു. നമുക്ക് കാണാം എന്ന് പറഞ്ഞു, ഇരിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ കാണാമെന്ന് പറഞ്ഞതനുസരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞ സമയത്ത് ഞാൻ എറണാകുളത്ത് ജില്ലയാണ്. രാവിലെ 9 മണിക്ക് ചെന്നിട്ട് അദ്ദേഹം എന്നെ കാണുന്നതല്ല, രാത്രി ഒരു ഏകദേശം 9 മണി വരെ, അതായത് ഏതാണ്ട് ഒരു 12 മണിക്കൂറോളം ഞാൻ അദ്ദേഹത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടി വന്നു. അദ്ദേഹത്തിന് വേണേൽ പറയാം ഞാൻ ഷൂട്ടിങ്ങാണ്, നമുക്ക് ഇന്ന് കാണാൻ പറ്റില്ല എന്ന് പറയാം. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണാൻ ഒരിക്കലുമില്ല. ഞാൻ പറയുന്ന ഇത്ര കാര്യമുള്ളൂ. ഇതിനകത്തൊക്കെ ഒരു പ്രൊഫഷണലിസമാണ്. ഇവർക്കൊരു കാര്യം നമുക്ക് നമ്മളെ കാണാനോ അല്ലെങ്കിൽ എന്തുമായിക്കോട്ടെ, ഒരു പ്രോജക്റ്റും ആയിക്കോട്ടെ, താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം താല്പര്യമുണ്ടെന്ന് പറയാം, ഇല്ലെങ്കിൽ അത് കൃത്യമായി പറയാം. ഇതിനകത്തൊരു പ്രൊഫഷണൽസ് അല്ല ഉള്ളൂ, അല്ലാതെ ഇതാരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. 3 പേരാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, ദിലീപ്, ജയസൂര്യ. അതെ. അപ്പോൾ ബിജുമേനോൻ ഇത് പറഞ്ഞ പോലെ 10 മണിക്ക് ശേഷം എന്നെ വിളിച്ചു. ഈ സ്ക്രിപ്റ്റ് ഒന്ന് ഇമെയിൽ ചെയ്യാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങളുമായിട്ട് എനിക്ക് ഈ സിനിമ ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു പോവുകയായിരുന്നു. ഞാൻ തിരിച്ചു പോകുന്ന വഴിക്കാണ് എന്നെ വിളിക്കുന്നത്. അദ്ദേഹം ബന്ധപ്പെടാഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു പോന്നു. അപ്പോൾ തിരിച്ചു പോകുന്നപ്പോൾ എന്നെ വിളിച്ചിട്ട് ആ സ്ക്രിപ്റ്റ് ഒന്ന് മെയിൽ ചെയ്യും, നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല മെയിൽ ചെയ്യില്ല, നമ്മൾ തമ്മിൽ കണ്ടതിന് ശേഷമായിരുന്നെങ്കിൽ ഞാൻ മെയിൽ ചെയ്യാമായിരുന്നു. പക്ഷേ അങ്ങനെ കാണാൻ സാധിക്കാത്ത സ്ഥിതിക്ക് എനിക്ക് താങ്കളായിട്ട് ഇത് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ശ്രീനിവാസനെ സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്തു, നമുക്കത് ചെയ്യാം, ഏകദേശം ഒരു ഡേറ്റിൻ്റെ കാര്യത്തിൽ ഒരു ധാരണയാകുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം അദ്ദേഹം ഫോൺ വിളിച്ചാൽ എടുക്കില്ല. അപ്പം എപ്പോൾ ചെയ്യാം എന്നൊരു ധാരണ ഉണ്ടാകണ്ടേ? ആ സ്ക്രിപ്റ്റ് വായിച്ചതിന് ശേഷം നമുക്കിത് എപ്പോൾ ചെയ്യാം, എങ്ങനെയാണ് കാര്യങ്ങളെന്നുള്ള സംസാരിക്കേണ്ടതുണ്ട്. അത് സംസാരിക്കാനായിട്ട് ഫോൺ വിളിച്ചാൽ അദ്ദേഹം എടുക്കില്ല, SMS അയച്ചാൽ റിപ്ലൈ ഇല്ല. ഒരു മാസത്തോളം അങ്ങനെ തുടർന്നപ്പോൾ എനിക്കത് സ്ക്രിപ്റ്റ് അദ്ദേഹത്തിൻ്റെ ഇരുന്നുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു ചെയ്യാൻ താല്പര്യമില്ല എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ ആ സ്ക്രിപ്റ്റ് കൈവശം വെക്കേണ്ട കാര്യമില്ല, അത് തിരിച്ച് നമുക്ക് അയച്ചു തരണം. അപ്പോൾ ഞാൻ ഒരു SMS അയച്ചു, സ്ക്രിപ്റ്റ് എനിക്ക് തിരിച്ച് അയച്ചു തരേണ്ടതാണ്, എൻ്റെ അഡ്രസ്സ് ഇതാണ്, ഇത് അയച്ചു തരണം. അത് അല്ലെങ്കിൽ പിന്നെ എനിക്ക് സ്ക്രിപ്റ്റ് തിരിച്ചു കിട്ടാൻ വേറെ എന്തെങ്കിലുമൊക്കെ നോക്കേണ്ടി വരും. അതുകൊണ്ട് ദയവായിട്ട് സ്ക്രിപ്റ്റ് അയച്ചു തരണം. ആ സ്ക്രിപ്റ്റ് അങ്ങനെ കൈവച്ചതിൽ എന്തെങ്കിലും ദുരൂഹത കാണുന്നുണ്ടോ? അതെനിക്കറിയില്ല. പക്ഷേ സ്വാഭാവികമാണ് താരമെന്നുള്ള ചിത്രത്തിലെ അങ്ങനെ ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. എൻ്റെ സ്ക്രിപ്റ്റ് ഇനി ഇവരാര് കൈവശം വെച്ചാലും ഞാൻ ചെയ്യുന്ന ഒരു സിനിമയാവില്ല, അത് 100% എനിക്ക് ഉറപ്പുണ്ട്. ഇനി അതേ സ്ക്രിപ്റ്റ് അങ്ങനെ തന്നെ ഷൂട്ട് ചെയ്താൽ പോലും ഞാൻ ചെയ്യുന്ന സിനിമ പോലെ ആ ഒരു എൻ്റെ ഒരു വിഷ്വൽ പവറിലോ അത്തരത്തിലുള്ളൊരു എൻ്റെ ഒരു സെൻസിലോ ആയിരിക്കില്ല അവർ ആ സിനിമ ചെയ്യുക. ഞാൻ എൻ്റേതായ ഒരു സെൻസിലാണ് സിനിമ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് രണ്ടും ഡിഫറൻറ്റ് തന്നെയായിരിക്കും. പക്ഷേ അങ്ങനത്തെ പേടിയൊന്നുമില്ല. പക്ഷേ അതൊരു ഒരു മാന്യതയല്ല. നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ആ സ്ക്രിപ്റ്റ് നമ്മൾ കൈവശം വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല എന്നുള്ളൊരു സ്വാഭാവികമായ കാര്യമാണ്. അതനുസരിച്ച് ഞാൻ ആ സ്ക്രിപ്റ്റ് തിരിച്ചു ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഒരു പേടിയുടെ ഭാഗമായിട്ടല്ല. ആ സ്ക്രിപ്റ്റ് അദ്ദേഹം തിരിച്ച് കൊറിയറായിട്ട് അയച്ചു തരികയും ചെയ്തു.
ഒരുപക്ഷെ ഈ 4 പേരും നിരസിച്ചതിൻ്റെ പിന്നിൽ താങ്കളൊരു മുഖ്യധാര സംവിധായകൻ അല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം ഇതിൻ്റെ പിന്നിൽ കിടപ്പില്ലേ? കാരണം ഇവരൊരു മുഖ്യധാര സംവിധായകനായിരുന്നുവെങ്കിൽ ആ സംവിധായകൻ്റെ അടുക്കൽ ഈ നടന്മാർ ക്യൂ നിൽക്കുമായിരുന്നു ഒരുപക്ഷെ. അത് ഒരുപക്ഷെ ഇതൊരു അത്തരത്തിലുള്ള മുഖ്യധാര സിനിമ അല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കാം. അതല്ലെങ്കിൽ അത് അവരുടെ ഒരു സമയം പോലെ ചെയ്യാൻ അവർ ഉദ്ദേശിച്ചിരുന്നതായിരിക്കാം. അപ്പോൾ അതുവരെ ഞാൻ അവരോടൊപ്പം നിൽക്കും, അല്ലെങ്കിൽ അവരുടെ ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുന്നൊരു മാനസികാവസ്ഥ അവർക്ക് ഒരു പക്ഷേ ഉണ്ടായിരുന്നിരിക്കാം. അതിന് ഞാൻ നിന്നു കൊടുത്തില്ല എന്നുള്ളതാവാം ഒരു പക്ഷേ വിഷയം. കാരണം ഞാൻ അതിന് മുമ്പ് ചെയ്ത സിനിമകളിലും പൃഥ്വിരാജിനെ പോലുള്ള ആക്ടേഴ്സ് വർക്ക് ചെയ്തിട്ടുണ്ട്. 2 സിനിമകൾ പൃഥ്വിരാജാണ്. ഇന്ദ്രജിത്ത് അഭിനയിച്ചിട്ടുണ്ട്, നെടുമുടി വേണുവേട്ടൻ എൻ്റെ മിക്കവാറുമുള്ള 2-3 സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊരു മുഖ്യധാര നടന്മാർ ഇഷ്ടംപോലെ അഭിനയിച്ചിട്ടുള്ള സിനിമകളും ചെയ്തിട്ടുണ്ട്. അത് ഈ ഓരോരുത്തരുടെ ഒരു പേഴ്സണൽ ആറ്റിറ്റ്യൂഡിൻ്റെ ഒരു പ്രശ്നമാണത്. പക്ഷേ ഈ നെടുമുടിയെ പോലുള്ളവരെന്ന് പറയുന്നത് നടനാണ്, താരമല്ല. അതുകൊണ്ടാണ് അത്തരത്തിൽ താങ്കളുമായിട്ട് ഒരു ഒത്തുതീർപ്പിന് തയ്യാറാകുന്നത്. ഇപ്പം ഞാൻ ഈ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ അഭിനയ ചാതുര്യ ചോദ്യം ചെയ്യുന്നില്ല. മികച്ച നടൻ തന്നെ ദേശീയ അംഗീകാരം ലഭിക്കുകയുണ്ടായി. ഒരുപക്ഷെ താങ്കൾ ഈ സ്ക്രിപ്റ്റുമായിട്ട് ശ്രീനിവാസനെ സമീപിച്ചു. താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഒരുപക്ഷെ സുരാജിനേക്കാൾ ഇക്കാര്യത്തിൽ ശ്രീനിവാസനായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? അത് നമുക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ എന്തായാലും ശ്രീനിവാസൻ്റെ ഒരു റേഞ്ച് നമുക്കറിയാം. അതെ. ഇതിനകത്തൊരു നമുക്ക് ഈ സിനിമയുടെ ഒരു ഗുണമുണ്ടായത് ഇതൊക്കെ മാറിയത് നന്നായി എന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സുരാജിൻ്റെ ഒരു ശരീരഭാഷയും മൊത്തത്തിലുള്ളൊരു ബോഡിയുടെ ഒരു മാനറിസവും ഒക്കെ ഈ കഥാപാത്രത്തിന് കൃത്യമായിട്ട് ബ്ലെൻഡ് ചെയ്തു. അതറിഞ്ഞോ അറിയാതെയോ അങ്ങനെ അങ്ങ് സംഭവിച്ചു പോകുന്നതാണ്. ഇപ്പോൾ സുരാജിൻ്റെ കൈയൊക്കെ ഈ ഒരു ക്യാരക്ടറിന് വേണ്ടി കൃത്യമായിട്ട് സുരാജ് എനിക്ക് തോന്നുന്നില്ല ഇതുവരെ ഒരു സിനിമകളിലും അങ്ങനെ കൈ അത്ര പ്രദർശിപ്പിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കൈ കുറച്ച് അപകടം പറ്റിക്കൊണ്ട് സ്വാധീനക്കുറവുണ്ട്. അപ്പോൾ അത് വളരെ വേർ ബോഡിയായിട്ട് തന്നെ ഈ സിനിമയിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് ആ ക്യാരക്ടറിൻ്റെ കൃത്യമായ ഒരു സ്വഭാവത്തിന് ഇണങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപക്ഷെ അഭിനയം കൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ ആ കഥാപാത്രമായി മാറാൻ സുരാജിനെ പറ്റിയിട്ടുണ്ട്. അത് ചിലപ്പോൾ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഉണ്ടാകുമായിരുന്നില്ല. ചിലപ്പോൾ അവരായിരുന്നു അഭിനയിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ദേശീയ അവാർഡ് ചിലപ്പോൾ കിട്ടുമായിരുന്നില്ല. അതൊക്കെ ഓരോരോ കാരണങ്ങൾ ഡിപ്പെൻസ് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഞാനും കണക്കാക്കുന്നുള്ളൂ അതിനെ.